എക്സ്ക്യൂസ് മീ, ഡി എമ്മും ഡി എഫും ഒരേ സമയം ഒരുപോലെ ചിന്തിക്കുമോ? നമുക്ക് നോക്കാം. ഡി എമ്മും ഡി എഫും ഒരേ ആത്മാവിൻ്റെ രണ്ട് പാതികളാണല്ലേ. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ, ഒരു ബാർ മാഗ്നറ്റിൻ്റെ രണ്ട് അറ്റങ്ങൾ പോലെ അല്ലേ. അതായത് രണ്ടാളും ഒരു ആത്മാവാണ്. സാധാരണ ഒരു ആത്മാവ് ഒരു ശരീരത്തെ മാത്രമാണ് വഹിക്കുന്നത്. എന്നാൽ ഇവിടെ റെയറായിട്ട് ഒരു ആത്മാവ് രണ്ട് ശരീരത്തെ വഹിക്കുന്നു. ഇനി എന്താണ് ഈ ചിന്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലേ. രണ്ടുപേരും ഒന്നായതുകൊണ്ട് തന്നെ ഡി എഫ് ചിന്തിക്കുമ്പോൾ ഡി എമ്മും ചിന്തിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക, ഡി എഫ് ഡി എമ്മിനെ പറ്റി ചിന്തിച്ചിരിക്കുമ്പോൾ ഡി എം തിരിച്ച് ഡി എഫിനെ പറ്റി അല്ല ചിന്തിക്കുന്നത്. ഓക്കെ, മറ്റു പലതിനെ പറ്റി ആയിരിക്കും. മനസ്സിലായോ? കാരണം ഒരാത്മാവ് നിലകൊള്ളുന്ന ശരീരത്തിലെ മൈൻഡിന് ഒരു സമയം ഒന്നിനെ പറ്റി മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഡി എമ്മും ഡി എഫും ഒരാത്മാവല്ലേ. അപ്പോൾ ആരെങ്കിലും ഒരാൾ മാത്രം മറ്റേയാളെ പറ്റി ചിന്തിക്കുന്നതല്ലേ ശരി. ചുരുക്കി പറഞ്ഞാൽ ഡി എഫ് തൻ്റെ ഡി എമ്മിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഡി എം തിരിച്ച് ഡി എഫിനെ പറ്റി ചിന്തിക്കില്ല. ഡി എഫിൻ്റെ ചിന്തകളുടെ ഫലമായി ഉണ്ടാകുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഫലമായി ഉണ്ടാകുന്ന ഇമോഷൻ, ഓക്കെ, അത് ഡി എമ്മിന് ഫീൽ ചെയ്യത്തതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഡി എഫ് തൻ്റെ ഡി എമ്മിനെ ഓർത്ത് ചിന്തിച്ചിരിക്കുവാണ്, എന്താ എന്നെ വിളിക്കാത്തേ, എന്നെ ഓർക്കുന്നുണ്ടാകുമോ എന്നൊക്കെ. ആ ചിന്തകളുടെ ഫലമായി ഡി എഫിനുണ്ടാകുന്ന ഇമോഷൻ എന്തായിരിക്കും? വിഷമം അല്ലേ. ആ വിഷമം എന്ന ഇമോഷൻ ഡി എമ്മിന് ഫീൽ ചെയ്യുകയേ ഉള്ളൂ, അല്ലാതെ തിരിച്ച് ഡി എം ചിന്തിക്കില്ല. അത് മാത്രമല്ല, ഡി എഫിൽ നിന്നും ഡി എമ്മിന് ഫീൽ ചെയ്ത ആ വിഷമം തൻ്റെ ഡി എഫിൽ നിന്ന് വന്നതാണെന്ന് പോലും ഡി എമ്മിന് മനസ്സിലാകില്ല. പുള്ളി വിചാരിക്കണം എന്താണെന്നറിയോ, എൻ്റെ ജോബിൻ്റെ സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ മറ്റു പലതിൻ്റെ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്നതാണ്. ഓക്കെ, ഇനി ഡി എഫ് തൻ്റെ ഡി എമ്മിനെ ലെറ്റ് ഗോ ഒക്കെ ചെയ്ത് സെൽഫ് ലവിൽ മുഴുകിയിരിക്കുന്ന ആ ഒരു ടൈമാണ് ഡി എം കൂടുതലായും ഡി എഫിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഡി എമ്മിനുണ്ടാകുന്ന വിഷമം എന്ന ഇമോഷൻ ഡി എഫിനും കിട്ടും. പക്ഷേ ഡി എഫ് എന്താ ചെയ്യണമെന്നറിയോ? ആ സമയം ഡി എമ്മിനെ പറ്റി ചിന്തിക്കാതെ എന്ത് ചെയ്യും? സ്വയം ആശ്വസിപ്പിക്കുന്നു, എന്നിട്ട് സെൽഫ് ലവിൽ തന്നെ മുഴുകുന്നു. അപ്പോൾ വൺസ് മോർ പറയട്ടെ, ഡി എഫ് ഡി എമ്മിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഡി എം തിരിച്ച് ചിന്തിക്കില്ല. അതുപോലെ ഡി എം ഡി എഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഡി എഫ് തിരിച്ച് ചിന്തിക്കില്ല. ഡി എഫ് ഡി എമ്മിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ ഡി എം ഡി എഫിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. ഒരാത്മാവിൻ്റെ രണ്ട് പാതികളിൽ ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ ഒരു സമയം മറ്റേയാളെ പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.